മനുഷ്യരുടെ രക്തത്തിലൂടെ ശൈത്താൻ ഒഴുകുമെന്ന് പറഞ്ഞെടുത്ത് തന്നെ പറയുന്നുണ്ട്, മനുഷ്യന്റെ മനസ്സിൽ വസ്വാസ് ഉണ്ടാക്കും എന്ന്. ഇതിന്റെ അപ്പുറത്തെ ഗൈബിയായ കാര്യങ്ങൾക്ക് അതിന്റെ അപ്പുറത്തേക്ക് പറയാൻ, ഖുർആനിലും സുന്നത്തിലും പഠിപ്പിച്ചതിന്റെ അപ്പുറത്തേക്ക് പറയാൻ നമുക്കാർക്കും യാതൊരു അധികാരവുമില്ല. അപ്പൊ ഈ അൻസാർ നന്മണ്ട ഇപ്പൊ പറഞ്ഞ വിഷയം എന്ന് പറഞ്ഞാൽ അത് അൻസാർ നന്മണ്ട പറഞ്ഞ വിഷയമല്ല. അൻസാർ നന്മണ്ട പറഞ്ഞത് വസ്വാസം മാത്രമാണെന്നാണ്. അത് ഖുർആനെതിരാണ്. കാരണം വിശുദ്ധ ഖുർആന് എണ്ണിപ്പറഞ്ഞ ഇഗാസത്തുൽ ഇഹ്ഫാൻ എന്ന് പറയുന്ന ഇബ്നു ഖയ്യിമിന്റെ ആ ഒരു പുസ്തകത്തിന്റെ തുടക്കത്തിൽ നിങ്ങളൊക്കെ നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങൾ വസ്വാസിന് പുറമെ പൈശാചികമായി ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൽ വസ്വാസ് മാത്രം എടുത്ത് വസ്വാസേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ബാക്കി ഇപ്പൊ ഖുർആൻ പറഞ്ഞേക്ക് എന്തെടുക്കും? ഒഴിവാക്കുക വേണ്ടേ? അപ്പൊ സ്വാഭാവികമായി അത്തരത്തിൽ ഇപ്പൊ ഞാൻ പ്രസംഗിച്ചൊരു അബദ്ധം പറഞ്ഞാൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വിളിച്ചു പറയും, അങ്ങനല്ല പറയണ്ടേ, ഇന്നതാണ് തെളിവെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഞാൻ തിരുത്തൽ എന്റെ ബാധ്യതയാണ്. അതല്ല ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന് പറഞ്ഞിരിക്കലല്ല.